നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നു. ആത്മവിശ്വാസം തന്നെ. തീർച്ചയായിട്ടും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ചും ആറന്മുള നിയോജക മണ്ഡലത്തിലെ പ്രിയപ്പെട്ട എല്ലാവരോടും. ഈ കാലഘട്ടത്തിൽ 10 വർഷം മുൻപുള്ള ആറന്മുള നിയോജക മണ്ഡലമല്ല ഇപ്പോഴുള്ളത്. എല്ലാ മേഖലയിലും ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ നമ്മുടെ റോഡ് മുതൽ കളക്ടറേറ്റിന് മുമ്പിലുള്ള റോഡാണല്ലോ, പത്തനംതിട്ട ടൗൺ സെന്റർ വരെയുള്ള റോഡ്, അതോടൊപ്പം തന്നെ നമ്മുടെ പുതിയ DPCയുടെ ബിൽഡിംഗ് ഇവിടെ നിന്നാൽ കാണാം, പുതിയ വില്ലേജ് ഓഫീസ് ഇവിടെ നിന്നാൽ കാണാം, തൊട്ടപ്പുറത്താണ് ജനറൽ ആശുപത്രി, അതിനപ്പുറത്തേക്ക് സ്റ്റേഡിയം. അപ്പം ഞാൻ പറഞ്ഞത് വികസനം ഈ നാടിന്റെ എല്ലാ മുക്കിനും മൂലയിലും എത്തിക്കാൻ കഴിഞ്ഞു. നമ്മൾ കാണേണ്ടത് ഇതിനെല്ലാം എതിർപ്പ് ഉണ്ടായിരുന്നു. സ്റ്റേഡിയത്തിന് ഒരു അനുവാദം നമുക്ക് നൽകിയില്ല. എത്ര നാൾ അതിനുവേണ്ടി കാത്തിരുന്നു. 50 കോടി രൂപ കിഫ്ബിയിലൂടെ അനുവദിച്ചുകൊണ്ട് ഒരു സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് അനുവാദം ചോദിച്ചപ്പോൾ, സംസ്ഥാന സർക്കാർ അനുവാദം ചോദിച്ചപ്പോൾ അന്നത്തെ ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രിയുമായിട്ടും ചർച്ച നടത്തിയിട്ടും നമുക്കൊരു അനുവാദം തന്നില്ല. ഈ സെൻട്രൽ നമ്മുടെ ടൗണിൽ അവിടെ സമരമിരിക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കും. പിന്നീട് 2020 അന്നത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ LDF ഇവിടെ ഭരണസമിതി ആയപ്പോഴാണ്, LDF ജയിച്ചപ്പോഴാണ് അനുവാദം ലഭിച്ചത്. അതിനുശേഷം പിന്നീട് ഇതിന്റെ നിർമ്മാണ ഉദ്ഘാടനം 2 വർഷം മുമ്പ് നടക്കുമ്പോൾ വീണ്ടും പ്രതിഷേധം. അപ്പോൾ LDFനെ സംബന്ധിച്ചിടത്തോളം തൊട്ടടുത്ത് ഇൻഡോർ സ്റ്റേഡിയം പണിയുമെന്ന് പറഞ്ഞ് 10-20 വർഷമായിട്ട് അവിടെ കല്ലിടുന്നുണ്ട്. ആ കല്ലിന്റെ അവിടെ ഒരു നിർമ്മാണ പ്രവർത്തനം നടന്നിട്ടില്ല. എന്നാൽ ഇപ്പുറത്തോ 2 വർഷം കൊണ്ട് നമുക്ക് അനുവാദം നിഷേധിച്ച ഇതിന്റെ ഉദ്ഘാടനത്തിന് തന്നെ ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി വന്ന് പറഞ്ഞത് ഒരു ശത്രു രാജ്യത്ത് എന്തോ ചെയ്യുന്നത് പോലെയാണ് ഈ നിർമ്മാണ പ്രവർത്തനം ഇവിടെ നടത്തേണ്ടി വന്നത് എന്നുള്ളതാണ് ബഹുമാന്യനായിട്ടുള്ള ശ്രീ V. അബ്ദുറഹ്മാൻ ഇവിടെ വന്ന് പ്രസംഗിച്ചത്. കായിക വകുപ്പ് മന്ത്രി ഇവിടെ നിന്ന് കത്തുകൾ ചെല്ലുക, അതോടൊപ്പം ഇവിടെ വരുന്ന സബ് കോൺട്രാക്ട് വരുന്നവരെ ഇവിടെ നിന്ന് ഓടിച്ചുവിടുക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിൽ ഇപ്പോൾ അബാൻ ഫ്ലൈ ഓവറിന് തന്നെ നമുക്ക് 3 കേസുകൾ നിലവിലുണ്ട്. 3 കേസുകൾ. കോഴഞ്ചേരി പാലത്തിന് 4 കേസുകൾ ഉണ്ടായിരുന്നു. 2 കേസ്, ഒരു കേസ് മാരാമൺകരയുമായി ബന്ധപ്പെട്ട്, പിന്നെ GSTയുമായി ബന്ധപ്പെട്ട് ഇപ്പുറത്തും 4 കേസുകൾ നിലവിലുണ്ടായി. അപ്പൊ അതിനിടയിൽ ഈ വികസന പ്രവർത്തനങ്ങൾ സാധ്യമാക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് എല്ലാവരുടെയും പിന്തുണയോട് കൂടിയിട്ടാണ്. ഇപ്പൊ 0 റോഡുകളാണ് BMNBC ടാറിംഗ് ചെയ്തിരുന്നത് പണ്ട് 10 വർഷം മുൻപ്. ഇന്ന് 80 റോഡുകൾ, മേജർ റോഡുകൾ BMNBC ടാറിംഗ് ചെയ്യുന്നതിന് നമുക്ക് കഴിഞ്ഞു. 10 വർഷം മുൻപ് ഈ ജനറൽ ആശുപത്രിയിൽ ഒരു പനി കടുത്താൽ മരുന്ന് എഴുതിയിട്ട് അല്ലെങ്കിൽ അത് റെഫർ ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് വരെ. പക്ഷെ ഇന്ന് ഇതൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയാണ്. നമ്മുടെ തൊട്ടടുത്ത് ഒരു 10-50 മീറ്റർ അപ്പുറത്തുള്ള ജനറൽ ആശുപത്രി, അവിടെ കാർഡിയോളജി വിഭാഗമുണ്ട്, കാത്ത് ലാബ് ഉണ്ട്, 8000 ആൻജിയോപ്ലാസ്റ്റി ഉൾപ്പെടെയുള്ള കാർഡിയോളജിക്കൽ ഇന്റർവെൻഷൻസ് നമ്മുടെ ജനറൽ ആശുപത്രിയിൽ നടന്നു കഴിഞ്ഞു. ഇപ്പോൾ അവിടെ ന്യൂറോളജി, സ്ട്രോക്ക് സ്റ്റെബിലൈസേഷൻ, പക്ഷാഘാതത്തിനുള്ള ചികിത്സയുണ്ട്, പക്ഷാഘാത പരിചരണ വിഭാഗം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്, യൂറോളജി, നെഫ്രോളജി ഉൾപ്പെടെയുള്ളവ അവിടെയുണ്ട്. അതോടൊപ്പം നമ്മുടെ കോഴഞ്ചേരി ജില്ലാ ആശുപത്രി, അത് മാത്രമല്ല നമ്മുടെ ടൗണിനകത്ത് നമ്മൾ നോക്കിയാൽ ഒരു ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് ഈ കാലഘട്ടത്തിൽ പ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞു. പത്തനംതിട്ട ജില്ലാ ആസ്ഥാനത്ത് ഒരു പുതിയ വിദ്യാഭ്യാസ സ്ഥാപനം കൊണ്ടുവരുന്നതിന് നമുക്ക് കഴിഞ്ഞു. വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിൽ MG യൂണിവേഴ്സിറ്റിയുടെ പുതിയ അക്കാഡമിക് ബ്ലോക്ക് നമുക്ക് കൊണ്ടുവന്നു, പുതിയ കോഴ്സസ് കൊണ്ടുവന്നു. പത്തനംതിട്ട കാത്തലിക് കോളേജിൽ പുതിയ ന്യൂജൻ കോഴ്സസ് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു. അതുകൂടാതെ വെട്ടിപ്പുറം സ്കൂളാകട്ടെ, മറ്റ് ഫുഡ് സേഫ്റ്റി ലാബ് ആകട്ടെ, ചെറുതും വലുതുമായിട്ടുള്ള, അതുപോലെ കുടിവെള്ള പദ്ധതി 11 കോടി രൂപയുടെ കിഫ്ബിയിലൂടെയുള്ള പ്രോജക്റ്റാണ് നമുക്ക് സാധ്യമാക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടേറെ പ്രോജക്റ്റുകൾ, ഞാൻ പത്തനംതിട്ടയുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ്, പത്തനംതിട്ടയിൽ നിന്ന് അങ്ങ് ഇരവിപേരൂർ വരെ പോകുമ്പോൾ ഇതേ നിലയിൽ 10 വർഷം മുൻപ് വികസനമില്ലാതെ ഇരുന്ന ഒരു മണ്ഡലത്തെ ഇന്ന് അടിസ്ഥാന സൗകര്യ തർക്കങ്ങൾ ഉള്ള 1-2 റോഡുകൾ ഒഴിച്ച്, കേസുകളും തർക്കങ്ങളുമുള്ള 1-2 റോഡുകൾ ഒഴിച്ച് മുഴുവൻ റോഡുകളും BMNBC ടാറിംഗ് ചെയ്യുന്നതിന് നമുക്ക് സാധിച്ചു. അതോടൊപ്പം പാലങ്ങൾ, പാഞ്ഞിലിമുട്ടിക്കടവ് പാലമാണ് ആദ്യം നമ്മൾ നിർമ്മിച്ചത്. ഇപ്പൊ കോഴഞ്ചേരി പാലം നിർമ്മാണ പൂർത്തീകരണത്തിലേക്ക് എത്തുന്നു. കോട്ടപ്പാലം, വയറപ്പുഴ പാലം 100 വർഷം പഴക്കമുണ്ട് ഈ ആവശ്യത്തിന്. അവിടെ നിർമ്മാണം നടക്കുകയാണ്. കോട്ടപ്പാലം പൂർത്തീകരിച്ചു, പുതുക്കുളങ്ങര പാലം പൂർത്തീകരിച്ചു. അതോടൊപ്പം നമ്മുടെ മറ്റ് കരിയിലമുക്ക് പാലം, മണ്ണാക്കടവ് പാലം, കുളനടയിലെ മണ്ണാക്കടവ് പാലം അത് പൂർത്തീകരിച്ചു. അങ്ങനെ നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ സ്കൂളുകൾ, എത്ര സ്കൂളുകൾ, കടമരട്ട സ്കൂൾ 6 കോടി രൂപ നിർമ്മാണം പൂർത്തീകരിച്ചു. കോഴഞ്ചേരി ഹൈസ്കൂൾ 6 കോടി രൂപ, അതിൽ 1 കോടി രൂപ MLA ഫണ്ട് കൊണ്ട് അത് നിർമ്മാണം പൂർത്തീകരിച്ചു. പിന്നെ ചെറിയ അതല്ലാതെയുള്ള നമ്മുടെ UP-LP സ്കൂളുകൾ, വെട്ടിപ്പുറം സ്കൂളും മാനപ്പാറ സ്കൂളും ഒക്കെ തന്നെ ഈ കാലഘട്ടത്തിൽ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ സാധ്യമാക്കാൻ നമുക്ക് കഴിഞ്ഞു. അപ്പോൾ ഒരു
ഒരു നിയമസഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം സാധ്യമാക്കാൻ കഴിയുന്ന പരമാവധി വികസന പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടത്തിൽ സാധ്യമാക്കിയിട്ടുണ്ട്. അതിലൊപ്പം പ്രധാനപ്പെട്ടത് കാണേണ്ടത് ഈ വികസന പ്രവർത്തനങ്ങൾക്കെല്ലാം തടയിടാൻ വേണ്ടിയിട്ട് ശ്രമം നടന്നു എന്നുള്ളത്. അതിലേറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ സ്റ്റേഡിയം, ജില്ലാ സ്റ്റേഡിയവും സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി തന്നെ വന്ന് പറഞ്ഞ കാര്യമാണ്. അപ്പൊ അതിലെല്ലാം ഇത് മുന്നോട്ട് അവിടെയൊക്കെ ആ പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കരുത്ത് നൽകിയത് ആറന്മുളയിലെ പ്രിയപ്പെട്ടവരാണ്. എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ഈ അവസരത്തിൽ നിങ്ങൾ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ആറന്മുളയുടെ പ്രിയപ്പെട്ട എല്ലാവരോടും സ്നേഹത്തിന് നന്ദി അറിയിച്ച് വീണ്ടും ഒപ്പം ഉണ്ടാകണം എന്നും അഭ്യർത്ഥിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.